എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ 3 വയസ്സുള്ള കുട്ടീൻ്റെ അളവിൽ ഒരു ഫ്രോക്ക് എങ്ങനെയാണ് തയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എങ്ങനെയാണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഒപ്പം ഇതിൻ്റെ കട്ടിങ്ങിൽ ചെറിയ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലൊരു പേപ്പർ എടുത്തിട്ടുള്ളത്. ഒന്നെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒരു ചാർട്ട് പേപ്പർ എടുക്കുക, അതില്ലാന്നുണ്ടെങ്കിൽ ന്യൂസ് പേപ്പർ എടുക്കുക. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ വേസ്റ്റ് ആയിട്ടുള്ളൊരു ക്ലോത്ത് എടുക്കുക. എന്നിട്ട് അതിൽ കട്ട് ചെയ്തതിന് ശേഷം നല്ല ക്ലോത്തിലേക്ക് കട്ട് ചെയ്യുക കേട്ടോ. ഷോൾഡർ നമ്മൾ 5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാനൊരു 3 വയസ്സുള്ള കുട്ടീൻ്റെ അളവാണ് പറയുന്നതെങ്കിലും ഓരോ മക്കളും ഓരോ അളവായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കുട്ടീൻ്റെ അളവ് എത്രയാണെന്ന് വെച്ചാൽ ആ അളവ് മാർക്ക് ചെയ്യുക കേട്ടോ. അതുപോലെ 5.5 ഇഞ്ച് ആം ഹോൾ മാർക്ക് ചെയ്യുക. ആം ഹോൾ നമ്മളൊന്ന് കുഴിച്ച് വരയ്ക്കുന്നുണ്ട്. ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും രണ്ട് വ്യത്യസ്തമായിട്ടൊന്നും ആം ഹോൾ വരയ്ക്കുന്നില്ല, ഒറ്റ ആം ഹോളേ നമ്മൾ വരയ്ക്കുന്നുള്ളൂ. ഇനി നമുക്ക് ശ്രദ്ധിക്കാനുള്ള കാര്യം, അല്ലെങ്കിൽ ഇനി നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിത് 3 പാർട്ടായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. താഴേക്കൊരു സ്കേർട്ട് പാർട്ട് വരുന്നുണ്ട്, നല്ല ഫ്ലെയർ ആയിട്ട് നമ്മൾ വിടുന്നുണ്ട്. ഫ്രണ്ടിലായിട്ട് നമ്മൾ ചെറിയൊരു പോർഷൻ, ഒരു യോക്ക് പോർഷൻ പോലെ ചെറിയൊരു പോർഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ സ്ലീവിൻ്റെ ഭാഗം വരുന്നത് നമ്മൾ, അതായത് ഷോൾഡറും സ്ലീവും കൂടി അറ്റാച്ച് ചെയ്യുന്ന പോർഷൻ വരുന്നത് നമ്മളൊരു കയറ് പോലെ ഇട്ടിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലൊരു പേപ്പർ എടുത്തത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചെറിയ കുട്ടി ആയതുകൊണ്ട് ഞാനിവിടെ 2 ഇഞ്ചാണ് ആ ഒരു സ്ലീവിൻ്റെ പോർഷന് വേണ്ടിയിട്ട് എടുക്കുന്നത്, അതായത് കയറ് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. യോക്ക് പോർഷന് വേണ്ടിയിട്ട് ഞാനിവിടെ 2.5 ഇഞ്ചാണ് എടുക്കുന്നത്. അത് നിങ്ങൾ സാധാരണ കുട്ടിക്ക് എത്രയാണ് നെക്കിന് ഇറക്കം കൊടുക്കുന്നതെന്ന് വെച്ചാൽ ആ ഇറക്കം നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഇപ്പോൾ 2 അല്ലെങ്കിൽ 2.5 ഒക്കെ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അളവുകൾ മാറ്റി മറിച്ചും ചെയ്യാം. മെത്തേഡ് ഇതാണെന്ന് മാത്രം. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ 2 ഇഞ്ച് മാർക്ക് ചെയ്ത ലൈന് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുവാണ്. പിന്നെ 2.5 ഇഞ്ചിൽ നമ്മൾ ഈ ഒരു ആം ഹോൾ അടക്കം വരുന്നൊരു പീസ് അത് അങ്ങനെ തന്നെ കട്ട് ചെയ്യുക കേട്ടോ. അത് അങ്ങനെ തന്നെ കട്ട് ചെയ്തിട്ട് മാറ്റുക. പിന്നെ താഴേക്കുള്ള പോർഷൻ അതും മാറ്റിയിട്ട് വെക്കുക. അതൊക്കെ നമുക്ക് ആവശ്യമുള്ളതാണ്. ഇപ്പോൾ സെൻറ്ററിൽ നമ്മൾ 2.5 ഇഞ്ചിൽ കട്ട് ചെയ്ത പോർഷൻ നിവർത്തിയിടുമ്പോൾ ഈ ഒരു അളവാണ് ഉണ്ടാവുക. ഇനി നമുക്കിത് നല്ല ക്ലോത്തിലേക്ക് കട്ട് ചെയ്യാം. നല്ല ക്ലോത്ത് ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. നല്ല ക്ലോത്ത് നമ്മൾ ഇതേപോലെ ആദ്യം 4 ആക്കിയിട്ടാണ് മടക്കിയത്. നമ്മളെപ്പോഴും ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും കട്ട് ചെയ്യുമ്പോൾ 4 ആക്കിയിട്ടാണ് മടക്കുന്നത്. ഈ 4 ആക്കി മടക്കിയ പീസിനെ നമ്മൾ ഒന്നും കൂടി നമ്മൾ മടക്കുകയാണ്. അപ്പോൾ 8 ആയിട്ട് പീസ് ഇരിക്കുന്നുണ്ടാവും. അതായത് ഫ്രണ്ടിലേക്ക് നമുക്ക് മടക്കിയിട്ടാണ് നമ്മൾ തയ്ക്കുന്നത്, അതുപോലെ തന്നെ ബാക്കിലേക്കും നമ്മൾ മടക്കിയിട്ടാണ് തയ്ക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഈ 8 പീസ് കിട്ടുന്നത്. നിങ്ങളുടെ അടുത്ത് ക്ലോത്ത് കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈനിങ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ക്ലോത്ത് ഉള്ളതുകൊണ്ട് ഞാനിങ്ങനെ 8 ആക്കിയിട്ടാണ് മടക്കുന്നത്. എന്നിട്ട് കറക്റ്റ് അതിൻ്റെ മുകളിൽ നമ്മളിപ്പോൾ കട്ട് ചെയ്ത പീസ് വെക്കുക. എന്നിട്ട് താഴെ ഒരു 1/2 ഇഞ്ചിൽ നമുക്ക് സീം അലവൻസ് വിടാം. താഴെ മാത്രം വിട്ടാൽ മതി, ബാക്കി ഒരു സ്ഥലത്തും നമ്മൾ വിടണ്ട. എന്നിട്ട് നമ്മുടെ ഈ ഒരു ആം ഹോളിൻ്റെ ഷേപ്പ് അതേപോലെ വരയ്ക്കുക. താഴത്തേക്ക്, അതായത് താഴത്ത് നമ്മൾ ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ വിട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ ആ ഭാഗത്തേക്ക് ഇതേപോലെ ഒന്ന് കുഴിച്ച് ചെല്ലുന്ന, അതായത് ഒന്ന് കണക്ട് ചെയ്യുന്ന രീതിയിൽ ഇതേപോലെ വരയ്ക്കുക. എന്നിട്ട് സൈഡ് കട്ട് ചെയ്യുക. ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമുക്കിതേപോലെ 2 പീസ് കിട്ടും. അതായത് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും വേണ്ടിയിട്ട് 2 പീസ്. ഇതിനെ നമ്മൾ മടക്കിയിടുകയാണ് ചെയ്യുക. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ 8 ആക്കിയിട്ട് മടക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. തുടക്കത്തിൽ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ്, നമ്മൾ മെറ്റീരിയൽ എടുക്കുമ്പോൾ നമ്മൾ 2 കളറിലുള്ള മെറ്റീരിയലാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് എടുത്തിട്ടുള്ള മെറ്റീരിയൽ 1 മീറ്റർ എന്തായാലും എടുക്കണം, വീതിയുള്ള ക്ലോത്ത് ആണെന്നുണ്ടെങ്കിൽ. രണ്ടാമത് നമ്മൾ പ്രില്ലിട്ട് കൊടുക്കുന്ന മെറ്റീരിയൽ 1/2 മീറ്റർ എടുക്കുക. അതുപോലെ തന്നെ വീതിയുള്ള ക്ലോത്ത് ആണെങ്കിൽ 1/2 മീറ്റർ എടുത്താൽ മതിയാവും. ഇനി അതിൽ കൂടുതൽ എടുത്താൽ കുറച്ച് നല്ല രീതിയിൽ നമുക്ക് പ്രില്ലിട്ട് എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഇനി നമുക്ക് സ്കേർട്ടിന് വേണ്ടിയിട്ട് ഇതേപോലെ നമ്മൾ തുണി 4 ആക്കി മടക്കിയിട്ടിട്ടുണ്ട്. അതായത് 2 വീതിയും വലുപ്പമുള്ള 2 തുണി അതിന് നമ്മൾ 4 ആക്കി മടക്കിയിടുകയാണ്. മടക്കിയിട്ടപ്പോൾ ഉള്ള വീതി എന്ന് പറയുന്നത് 17 ഇഞ്ചാണ്. ലെങ്ത്ത് ഞാൻ എടുത്തിട്ടുള്ളതും 17 ഇഞ്ചാണ്. അത് നിങ്ങൾ കുട്ടീൻ്റെ ടോട്ടൽ ലെങ്ത്ത് എത്ര വേണം എന്നുള്ളത് എടുത്തിട്ട് വേണം ഈ ഒരു ലെങ്ത്ത് എടുക്കാൻ വേണ്ടിയിട്ട്. ടോട്ടൽ ലെങ്ത്തിൽ നമ്മൾ താഴെ ചെറിയൊരു പ്രില്ലിട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ യോക്ക് പാർട്ട് വരുന്നുണ്ട്, പിന്നെ നമുക്ക് സ്ലീവിൻ്റെ ഭാഗത്തായിട്ട് നമ്മൾ ആ കയറ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കുറച്ചിട്ട് വേണം നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 17 ഇഞ്ചാണ് എടുക്കുന്നത്. അതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച പീസ്, ഈ പീസിന് ഇതേപോലെ 2 മടക്കുക. അതായത് ആദ്യം ഈ പീസ് ഒന്ന് വെക്കുക, എന്നിട്ട് ഈ പീസിനെ ഒന്നും കൂടി വെക്കുക. കാരണം നമുക്ക് പ്രില്ലിട്ട് കൊടുക്കുമ്പോൾ ഇതിൻ്റെ എക്സ്ട്രാ ഉണ്ടെന്നുണ്ടെങ്കിലാണ് നല്ല രീതിക്ക് പ്രില്ലിടാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ഞാൻ ഇതേപോലെ ആദ്യം ഒരു പ്രാവശ്യം വെച്ചു, പിന്നെ അതിന് ഒരു മടക്കും കൂടി വെച്ചു. എന്നിട്ട് ഞാനൊരു 2 ഇഞ്ച് എക്സ്ട്രാ എന്നിട്ടും എടുത്തു, കാരണം കുറച്ച് നല്ല രീതിക്ക് പ്രില്ലിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇതേപോലെ എടുത്തു. എന്നിട്ട് അവിടെ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്തു. ആ മാർക്ക് ചെയ്ത പോയിന്റിൽ നമ്മൾ അവസാനം വെച്ചിട്ടുള്ള, അതായത് മൂന്നാമത് നമ്മളൊരു പീസ് വെച്ചിട്ടുണ്ടായിരുന്നു, കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചൊരു പീസ് ഉണ്ടായിരുന്നു. അതായത് ആം ഹോളിൻ്റെ ചെറിയ ഭാഗം ഉൾക്കൊള്ളുന്നൊരു പീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ പീസ് നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത അളവിൽ ഇതേപോലെ വെക്കാം. എന്നിട്ട് ആ ആം ഹോളിൻ്റെ ഷേപ്പ് ഈ ഒരു ക്ലോത്തിൽ നമ്മൾ മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, താഴത്തേക്കുള്ള പോർഷൻ, അതായത് ഇപ്പോൾ മാർക്ക് ചെയ്ത പോയിൻ്റ് താഴത്തേക്കുള്ള പോയിന്റിലേക്ക് ടാപ്പ് വെച്ചിട്ട് ഇതേപോലെ ആംഗിളിൽ വരയ്ക്കാം. ഇതേപോലെ നമ്മൾ ആംഗിളിൽ വരച്ചു. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, താഴേന്ന് 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മളൊന്ന് കർവാക്കി വരയ്ക്കാം. അല്ലെങ്കിൽ
എന്താ പറയുക, ഒരു വശം മാത്രം തൂങ്ങി നിൽക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മളിതുപോലെ ഒരു വശം മാത്രം 1 ഇഞ്ച് മുകളിലേക്ക് പൊക്കിയിട്ട് കർവാക്കിയിട്ട് വരയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ വരച്ച അളവ് പ്രകാരം നമുക്ക് സ്കേർട്ടിന് ആവശ്യമായിട്ടുള്ള ക്ലോത്ത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് വെച്ച ക്ലോത്ത് നിവർത്തുമ്പോൾ ഇതുപോലെയാണ് ഉണ്ടാവുക. സൈഡിൽ 2 സൈഡിലും ചെറിയ രീതിയിലൊരു ആം ഹോളിൻ്റെ ഇതേപോലെ ഒരു കർവ് ഉണ്ടാവും. പിന്നെ മുകളിൽ നമ്മൾ കട്ട് ചെയ്ത പീസിലേക്ക് ഇത് നമ്മൾ അറ്റാച്ച് ചെയ്യുക. അപ്പോൾ അതെങ്ങനെയാണ് അറ്റാച്ച് ചെയ്യണതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ആദ്യമേ ഈ ഒരു താഴത്ത് വെക്കുന്ന ക്ലോത്തിൽ പ്രില്ലിട്ടെടുക്കാം, സ്കേർട്ട് പാർട്ടിൽ പ്രില്ലിട്ടെടുക്കാം, എന്നിട്ട് അറ്റാച്ച് ചെയ്യാം. അതല്ലെങ്കിൽ ഞാനിപ്പോൾ ചെയ്യുന്നത് പോലെ ഇതുപോലെ എന്താ പറയുക, യോക്ക് പാർട്ടിൻ്റെ നല്ല വശത്തിൻ്റെ മുകളിൽ സ്കേർട്ട് പാർട്ടിൻ്റെ നല്ല വശം വെച്ചിട്ട് ഒരു ഭാഗത്ത് മാത്രം പ്രില്ലിട്ടെടുക്കുക. രണ്ടാമത്തെ ഭാഗം മറിച്ചടിക്കാനായിട്ടില്ല, ഒരു ഭാഗത്ത് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, പ്രില്ലിട്ടെടുക്കുക. ഇതുപോലെ നമുക്ക് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും വേണ്ടിയിട്ടുള്ള ക്ലോത്ത് നമ്മൾ ഇതേപോലെ പ്രില്ലിട്ടെടുക്കുക. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ആദ്യമേ ഇങ്ങനെ ഒന്നിച്ച് പ്രില്ലിടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യമേ പ്രില്ലിട്ട് വെക്കുക. അതായത് ഈ ഒരു വിഡ്ത്തിനനുസരിച്ചിട്ട് പ്രില്ലിട്ട് വെച്ചതിന് ശേഷം ഇതിലേക്ക് അറ്റാച്ച് ചെയ്താൽ മതി. അത് നിങ്ങളുടെ എളുപ്പത്തിനനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ. ഇനി ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചാൽ നമുക്ക് ക്രോസ് പീസ് വേണം. ഇതേപോലെ നമുക്ക് 1-1.5 ഇഞ്ചോ വിടുത്തുള്ള 2 ക്രോസ് പീസ് നമുക്ക് ഇതേപോലെ 2 സൈഡിലും അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് വേണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ പ്രില്ലിട്ട് വെച്ചിട്ടുള്ള പോർഷൻ ഉണ്ടല്ലോ, അതായത് സ്കേർട്ട് പാർട്ട്, അവിടെ മുതൽക്ക് നമ്മൾ യോക്ക് പാർട്ടിൻ്റെ മടക്കി തയ്ക്കാനുള്ള ഭാഗം മൊത്തം നമ്മൾ ഇതേപോലെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ മൊത്തം നമ്മൾ എന്ത് ചെയ്യുക, ഒരു സൈഡിൽ വെച്ചിട്ട് 1/4 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ ചെറിയ കട്ട് കൊടുക്കുക. ചെറിയ കട്ട് കൊടുത്തിട്ട് നമ്മൾ അവിടെ ഒരു പൈപ്പിംഗ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുക. 2 ഭാഗത്തും ഇതുപോലെ നമ്മളൊരു പൈപ്പിംഗ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുക. ഇനി നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ യോക്ക് പാർട്ട്, അതായത് മുകളിൽ നമ്മൾ തയ്ച്ചിട്ടുള്ള ഭാഗം കറക്റ്റ് മടക്കുക. കറക്റ്റ് എന്താ പറയുക, സെൻറ്ററായിട്ട് കറക്റ്റ് മടക്കിയിട്ട് നമ്മൾ നേരത്തെ സ്കേർട്ട് അറ്റാച്ച് ചെയ്ത പോർഷൻ ഉണ്ടല്ലോ, അവിടെ ഇങ്ങനെ സ്റ്റിച്ച് കാണുന്ന ഭാഗം ഉണ്ടല്ലോ, അപ്പോൾ ഈ ഒരു ഭാഗം കറക്റ്റ് മടക്കിയിട്ട് ഒരു 1/2 ഇഞ്ച് ഇങ്ങനെ ഉള്ളോട്ടേക്ക് ആക്കുക. കാരണം 1/2 ഇഞ്ചാണല്ലോ നമ്മൾ എക്സ്ട്രാ കൊടുത്തത്. അപ്പോൾ ആ 1/2 ഇഞ്ച് ഇതേപോലെ ഉള്ളോട്ടേക്ക് വെച്ചിട്ട് നമ്മൾ ആ ഒരു സ്റ്റിച്ച് കൊടുക്കുക, ഒരു സ്ട്രെയിറ്റ് ആയിട്ടൊരു സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, പുറമേ നിന്ന് നോക്കുമ്പോഴായാലും ശരി, ഉള്ളിൽ നിന്ന് നോക്കുമ്പോഴായാലും ശരി, നമ്മൾ ഈ ഒരു ഫ്രില്ലിട്ടത് കാണാൻ പറ്റില്ല, വിസിബിൾ ആവുകയില്ല. നമുക്ക് ഇതേപോലെ ഒന്നിച്ചിട്ട് ആം ഹോൾ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം പിന്നെ ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ യോക്ക് പാർട്ടിൻ്റെ ഏറ്റവും ടോപ്പിലായതുകൊണ്ട് ഒരു ഇഞ്ച്, അതായത് 1 ഇഞ്ചോ 1/4 ഇഞ്ചോ എത്രയെങ്കിലും വിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സ്ട്രെയിറ്റ് ആയിട്ടൊരു സ്റ്റിച്ച് കൊടുക്കുക. സ്ട്രെയിറ്റ് ആയിട്ടൊരു സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം ബാക്കി വരുന്ന സൈഡിൽ വരുന്ന ആം ഹോൾ ഉണ്ടല്ലോ, ആ ആം ഹോൾ ഫ്രണ്ടിലെയും ബാക്കിലെയും ആം ഹോൾ ഒന്നിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക. അതായത് മുകളിലുള്ള ഭാഗം മാത്രം അങ്ങനെ ഓപ്പൺ ആയിട്ട് അവിടെ വിട്ടാൽ മതി. കാരണം അതിലൂടെയാണ് നമ്മൾ ഈ കയറ് കടത്തിയെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മുകളിലുള്ള ആം ഹോൾ മാത്രം ഓപ്പൺ ആക്കി വിട്ടിട്ട് ബാക്കിയുള്ള ഭാഗം നമ്മൾ എന്ത് ചെയ്യുക, മുകളിലെയും താഴത്തെ ആം ഹോൾ നമ്മൾ പതിച്ചടിക്കുക. കാരണം അവിടെ ഓപ്പണിങ് വേണ്ട. ഈ നിങ്ങൾക്ക് ഇപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും, ഞാൻ കത്രിക അതിൻ്റെ അകത്ത് ഇങ്ങനെ കത്രിക ഇങ്ങനെ വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. കാരണം അത്രയും ഗ്യാപ്പ് ഞാൻ വിട്ടിട്ടുണ്ട്. അതുവഴിയാണ് നമ്മൾ കയറ് കടത്തിയെടുക്കുന്നത്. താഴേക്ക് നമുക്ക് ഇതേപോലെ ഒരു ഗ്യാപ്പ് വേണ്ട. അപ്പോൾ അതുകൊണ്ട് താഴെ പതിച്ചടിക്കുക. ഇനി ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചാൽ, ബാക്ക് പീസിൻ്റെ മുകളിൽ ഫ്രണ്ട് പീസിൻ്റെ നല്ല വശം വയ്ക്കുക. എന്നിട്ട് സൈഡിലുള്ള നമ്മുടെ അളവ് പ്രകാരം ആം ഹോൾ മുതൽക്ക് താഴെ വരെ നമ്മൾ സൈഡ് സ്റ്റിച്ച് ചെയ്യുക. സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി താഴ്വശം നമുക്ക് എത്രത്തോളം മാക്സിമം കുഞ്ഞിതാക്കിയിട്ട് മടക്കി തയ്ക്കാൻ പറ്റുമോ അത്രയും മാക്സിമം കുഞ്ഞിതായിട്ട് മടക്കി തയ്ക്കുക. ഇൻ്റർലോക്കുള്ള മെഷീനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ഭാഗം ഇൻ്റർലോക്ക് കൊടുക്കുക. കാരണം നമ്മൾ എക്സ്ട്രാ ആയിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ വേറൊരു പീസ് പ്രില്ലിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇൻ്റർലോക്ക് ഉണ്ടെങ്കിൽ ഇൻ്റർലോക്ക് ഇട്ട് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ മാക്സിമം കുഞ്ഞായിട്ട് മടക്കി തയ്ക്കുക. ആ റൗണ്ട് മൊത്തം നിങ്ങൾ ഇതേപോലെ മടക്കി തയ്ക്കുക. ഇനി നമുക്ക് താഴെ പ്രില്ലിടാൻ വേണ്ടിയിട്ടുള്ള ക്ലോത്ത് ഇതുപോലെ 6 ഇഞ്ച് വിടുത്തിൽ അത്യാവശ്യം ലെങ്ത്തിലുള്ള പീസ് കട്ട് ചെയ്തെടുക്കുക. എത്രത്തോളം മാക്സിമം ലെങ്ത്ത് നിങ്ങൾക്ക് കിട്ടുമെന്ന് വെച്ചാൽ അത്രയും മാക്സിമം ലെങ്ത്തിൽ കട്ട് ചെയ്യുക. ഇനി അഥവാ നിങ്ങൾക്ക് ഒത്തിരി ലെങ്ത്ത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സെൻറ്ററിൽ 2 പീസ് വെച്ചിട്ട് ജോയിൻ ചെയ്തിട്ട് മാക്സിമം ലെങ്ത്തിൽ ഇതേപോലെ ഒന്നിച്ചിട്ട് വയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നല്ല വശം ഉള്ളിൽ വരുന്ന രീതിക്ക് ചീത്ത വശത്ത് സൈഡിലൂടെ ഇതുപോലെ ഒരറ്റം മുതൽക്ക് നിങ്ങൾ എത്ര ലെങ്ത്ത് എടുത്തിട്ടുണ്ടോ അത്രയും ലെങ്ത്ത് വരെ സ്റ്റിച്ച് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ എന്താ പറയുക, ഇത്രയും ലെങ്ത്തിൽ ഒന്നിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് മറിച്ചെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, 2 പീസായിട്ട് സ്റ്റിച്ച് ചെയ്തോ. ഫ്രണ്ടിലേക്ക് ഒരു പീസും ബാക്കിലേക്ക് ഒരു പീസും ഒന്നിച്ചിട്ട് എടുക്കുമ്പോഴാണ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോകാൻ വളരെ എളുപ്പം ഉണ്ടാവുക. ഇനി അതെല്ലാം നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ നിങ്ങൾ 2 പീസായിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന് നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ മറിച്ചെടുക്കാം. ഇത് നമ്മൾ അത്യാവശ്യം വീതിക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ മറിച്ചെടുക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. എളുപ്പത്തിൽ നമുക്ക് മറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ മറിച്ചെടുത്തതിന് ശേഷം ഈ സ്റ്റിച്ച് സെൻറ്ററിൽ വരുന്ന രീതിയിൽ വെച്ചിട്ട് അയൺ ചെയ്തെടുക്കുക. നല്ല രീതിയിൽ തന്നെ അയൺ ചെയ്യുക.
കാരണം സ്റ്റിച്ച് നമുക്ക് പുറമേ കാണണ്ട, സെൻറ്ററിൽ വരുന്ന രീതിക്ക് അയൺ ചെയ്യും. ഇതുപോലെ നമ്മൾ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. അയൺ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ സ്കേർട്ട് പാർട്ട് അതായത് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള ആ താഴ്വശം മടക്കി തയ്ച്ചതിൻ്റെ കുറച്ച് മുകളിലേക്ക് ഇതേപോലെ കയറ്റി വയ്ക്കുക. കറക്റ്റ് അതിൻ്റെ മുകളിൽ ആ ഒരു സ്റ്റിച്ച് അവിടെ തന്നെ കറക്റ്റ് അവിടെയല്ല വരേണ്ടത്, കുറച്ച് പൊങ്ങിയിരിക്കണം. അതായത് ഒരു 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ച്, അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മുകളിലേക്ക് വിട്ടിട്ട്, അതായത് മുകളിലേക്ക് കുറച്ച് ഭാഗം കയറ്റി വെച്ചിട്ട് സ്റ്റിച്ച് വരുന്നത് നമ്മൾ നേരത്തെ താഴെവശം മടക്കി തയ്ച്ച് അതിൻ്റെ മുകളിലാണ് കറക്റ്റ് സ്റ്റിച്ച് വരേണ്ടത്. പക്ഷേ ക്ലോത്ത് നമ്മൾ കുറച്ച് മേലോട്ടേക്ക് ഇങ്ങനെ കയറ്റി വെച്ചിട്ടുണ്ടാവണം. അപ്പോഴാണ് മുകളിലും ചെറിയൊരു പ്രില്ല് ഉണ്ടാവുന്നത്, താഴെയും പ്രില്ല് ഉണ്ടാവുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ പീസ് മടക്കിയൊക്കെ എടുത്തത്. അല്ലെങ്കിൽ നമുക്ക് സാധാരണ അറ്റാച്ച് ചെയ്യുന്നത് പോലെ നമുക്ക് അറ്റാച്ച് ചെയ്താൽ മതി. നമുക്കിങ്ങനൊരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ മടക്കിയെടുത്തത്. എന്നിട്ട് എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ എത്രത്തോളം നിങ്ങൾക്ക് മാക്സിമം കുഞ്ഞു കുഞ്ഞു പ്രിൽസ് ഇടാൻ പറ്റുമോ അത്രത്തോളം മാക്സിമം കുഞ്ഞു കുഞ്ഞു പ്രിൽസ് ഇടുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്തായാലും നിങ്ങൾക്ക് 1/2 മീറ്റർ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ക്ലോത്ത് ഉണ്ടാവണം. അപ്പോഴേ നമുക്ക് മാക്സിമം ഇതേപോലെ കുഞ്ഞു കുഞ്ഞു പ്രിൽസ് ഇടാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഇതേപോലെ മാക്സിമം കുഞ്ഞു കുഞ്ഞു പ്രിൽസ് ഇടാം. നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇതേപോലെ ഒന്നിച്ച് വെച്ചിട്ട് പ്രിൽസ് ഇടാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യമേ പ്രില്ലിട്ടെടുക്കുക. ആദ്യമേ പ്രില്ലിട്ടെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ മുകളിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് വേണം നമ്മൾ കൊടുക്കുന്ന സ്റ്റിച്ച് വരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അത് പിന്നെ ഈ ഒരു സ്കേർട്ടിലേക്ക് അറ്റാച്ച് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ മാക്സിമം എന്നെക്കൊണ്ട് പറ്റും പോലെ മാക്സിമം ഞാൻ കുഞ്ഞു കുഞ്ഞു പ്രിൽസ് ഇട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ താഴെ പ്രില്ലിടാൻ എടുത്ത അതേ സെയിം ക്ലോത്ത് എടുക്കുക. 3 ഇഞ്ച് വെടുത്തിൽ അത്യാവശ്യം ലെങ്ത്തിൽ ക്ലോത്ത് എടുക്കുക. എന്നിട്ട് ഇതിനെ ആദ്യം ഒരു മടക്കുക, പിന്നെ ഒരു മടക്കുക, എന്നിട്ട് ഒന്നും കൂടി മടക്കിയിട്ട് നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഈ ഒരു വീതിക്ക് സ്റ്റിച്ച് ചെയ്യുക. അതായത് ഒരറ്റം മുതൽക്ക് അടുത്ത അറ്റം വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. ഇതേപോലെ ഞാൻ അതും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുകളിൽ യോക്ക് പാർട്ടിൽ ഫ്രണ്ടിലും ബാക്കിലും ഇതേപോലെ ഒരു ചെറിയൊരു ഓപ്പണിങ് കൊടുത്തൊരു ഭാഗമുണ്ട്. അപ്പോൾ ഇതേപോലെ നമ്മൾ പിൻ കുത്തി കൊടുത്തിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു ഭാഗത്ത് കൂടെ നമ്മൾ ഈ ഒരു പീസ് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു പീസ് കടത്തിയെടുക്കുക. അപ്പോൾ ഇങ്ങനെ കടത്തിയെടുക്കുന്ന സമയത്ത് നമുക്ക് എത്രയാണോ കൈയിൻ്റെ ഇറക്കം വേണ്ടതെന്ന് വെച്ചാൽ ആ ഇറക്കത്തിനനുസരിച്ചിട്ട്, ഇപ്പോൾ നമ്മൾ 2 ഇഞ്ചാണല്ലോ കൊടുത്തത്, അപ്പോൾ ആ ഇറക്കത്തിനനുസരിച്ചിട്ട് ഇത് വെക്കുക. എന്നിട്ട് ഓപ്പോസിറ്റ് സൈഡ് കെട്ടിക്കൊടുക്കുക. ഓവറായിട്ട് തുണി ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കട്ട് ചെയ്ത് കളയുക കേട്ടോ. കയറിന് ലെങ്ത്ത് കൂടുതലാണെങ്കിൽ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. നമ്മളിത് യോക്ക് പാർട്ടിലൂടെ ഇങ്ങനെ ഒരു സ്ട്രിപ്പായിട്ട് കടത്തിയെടുക്കുന്ന രീതിക്കാണ് നമ്മൾ ഈ ഒരു ഫ്രോക്ക് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് അങ്ങനെയല്ല ഇതിനോട് അറ്റാച്ച് ആയിട്ടുള്ളൊരു സ്ട്രിപ്പ് പോലെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കുട്ടികളുടെ ഡ്രസ്സിൽ എങ്ങനെയാണ് ചെയ്യാന്നുള്ളതും വലിയ ആളുകളുടെ ഡ്രസ്സിൽ എങ്ങനെയാണ് ചെയ്യാന്നുള്ളതും നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസൊക്കെ നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ കേട്ടോ. അങ്ങനെ വേണമെന്നുള്ളവർക്ക് അത് കാണാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഫ്രോക്കാണ്. ഇതിൻ്റെ ടോട്ടൽ ലെങ്ത്ത് എന്ന് പറയുന്നത് 23 ഇഞ്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ 23 ഇഞ്ച് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നേരത്തെ നമ്മൾ സ്കേർട്ടിന് 17 ഇഞ്ച് എടുത്തത് കുറച്ചാൽ മതി. ഇനി അതല്ല ഇതിൽ കൂടുതൽ ലെങ്ത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂട്ടിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം തൊട്ടടുത്തായിട്ട് ഒരു നോട്ടിഫിക്കേഷൻ ബെൽ ഉണ്ടാവും, അതും കൂടി ക്ലിക്ക് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.